ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി തീർക്കാൻ 45 ദിവസം എടുക്കും. അപ്പൊ ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി തീർക്കാൻ 45 ദിവസം വേണം. ഓക്കെ. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് തീർക്കും. ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ദീപു ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ദീപു ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. ഒരു ബേസിക് ലെവൽ ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ നോട്ട് ഇങ്ങനെ പഠിക്കാം. എയും ബിയും ചേർന്ന് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും എന്നാൽ എ ഒറ്റയ്ക്ക് അതേ ജോലി വൈ ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ വേണ്ട സമയം കാണാൻ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. ഇത് എഫിഷ്യൻസിയുടെ ലോജിക്കലും ചെയ്യാം. തൽക്കാലം ഇത് ബേസിക് ലെവൽ ഒത്തിരി തവണ ഇങ്ങനെ ചോദിക്കുന്നതായതുകൊണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. തമ്മിൽ ഗുണിക്കുക, ഡിവൈഡ് ബൈ തമ്മിൽ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. യെസ്. അപ്പോൾ എത്ര കിട്ടും മക്കളെ? 45 എക്സിൻ്റെ വില, വൈയുടെ വില ഇവിടെ 70. അതിൻ്റെ ഡിഫറൻസ് വേണം താഴെ എഴുതാൻ. ശരിയല്ലേ? ഓക്കെ. ഡിഫറൻസ് 25. എക്സും വൈയും 45ഉം 70 നമ്മൾ ഡിഫറൻസ് 25. വെട്ടിച്ചെറുതാക്കാം. ഇത് 5 തവണ 5 വെച്ച് വെട്ടുമ്പം ഇത് 9 തവണ. ശരിയല്ലേ? ഇനി ഈ 5ഉം 70ഉം കൂടെ വെച്ച് വെട്ടുമ്പോൾ 14 തവണ. ശരിയാണോ? സോ നമ്മുടെ ഉത്തരം 9 × 14 126 എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് മനസ്സിലായല്ലോ? ഒന്നുമില്ല, സിമ്പിളാണ്.